അതെ, പാചക വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായില്ലേ. ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോണത്, കാണിച്ചു തരാം. ഇതുണ്ടോ, മനസ്സിലായോ എന്ത് മീനാന്ന്? ആഗോലിയാണ്, ആഗോലി. അപ്പം അതെങ്ങനെ വെക്കാമെന്ന് വെച്ചാൽ ഞാനൊരു പ്രത്യേക തരത്തിലാണ്. അതിനുള്ള അരപ്പൂടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കമുളക്, മല്ലി, തേങ്ങ, ഇതെല്ലാം അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി ഇട്ടു. അത് നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ അവസാന സമയത്ത് 2-3 ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചത് ഇടാം. പച്ചമുളക് അതിനകത്ത് കീറിയിട്ട് റെഡിയാക്കി വെച്ചേക്കാം. കരിവേപ്പില ഇടും. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടാകുന്നറിയാം, ചെറിയുള്ളൊരു 3-4 അരിഞ്ഞെടുത്തു. എന്നിട്ട് അതും കരിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ചേക്കണം. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ അരപ്പ് അങ്ങോട്ട് ഒഴിക്കും. അരപ്പൊഴിച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിക്കാം. വീഡിയോ പിടിക്കാനുള്ളൊരു അസൗകര്യം കൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. സ്റ്റാൻഡ് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങളെനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാം നല്ല വ്യക്തമായി കാണിച്ചു തരാം. അപ്പോൾ വന്നത് ചേനേ അവൻ മേടിച്ചുകൊണ്ട് വന്നാണ്. വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഇതും വാങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രൈ അയില, നല്ല പച്ച അയിലായിരുന്നു. അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കറി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരപ്പൊന്ന് ഞാൻ ലൂസാക്കി എടുക്കുക. ഇത്രയും പോരാ, ഇതിലേക്ക് കുറച്ചും കൂടി ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ കഷ്ണമൊക്കെ ഇട്ടു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇത് വറ്റണം. ഈ ചാറ് വറ്റിയാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അതിരുന്ന് വറ്റട്ടെ, നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ, ഇതൊന്നും കൂടി വറ്റി വരണം. അപ്പം നമുക്കൊന്നും കൂടി കാത്തിരിക്കാം. നന്നായിട്ട് തിളച്ച കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഉപ്പ് ലേശം കൂടിയോ എന്നൊരു സംശയമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് മീൻകറിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഒന്നും എനിക്ക് അത്ര അറിയാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല പുളിയൊക്കെ നല്ല അസല് പുളിയാണ്. പിന്നെ മീനും പ്രശ്നമുണ്ടല്ലോ. ഇനി നാളെ ഉച്ചയാകുമ്പോഴേക്കും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആഗോലിക്കറി റെഡി. ഇനി അടുത്ത റെസിപ്പിയായിട്ട് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് നന്നായിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, ഡൺ. കണ്ടോ കൂട്ടുകാരെ, നമ്മുടെ ആഗോലിച്ചേട്ടനെ കണ്ടു. സൂപ്പർ.